സച്ചി സംവിധാനം ചെയ്ത് 2020 പുറത്തിറങ്ങിയ ഒരു അടിപൊളി സിനിമയാണ് അയ്യപ്പനും കോശിയും. പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന പൃഥ്വിരാജും ബിജു മേനോനും മത്സരിച്ച് അഭിനയിച്ച ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥയാണ്. ഈ സിനിമയുടെ തിരക്കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പ്രൊട്ടാഗണിസ്റ്റ് വേഴ്സസ് ആൻറ്റഗണിസ്റ്റ് എന്ന ഫോർമാറ്റ് മാറ്റിപ്പിടിച്ച് കോൺഫ്ലിക്റ്റിംഗ് പ്രൊട്ടാഗണിസ്റ്റ് എന്ന സ്ക്രീൻ റൈറ്റിംഗ് റൂളാണ് സച്ചി ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ കോൺഫ്ലിക്റ്റിംഗ് പ്രൊട്ടാഗണിസ്റ്റ് റൂൾ? ഈ റൂൾ അനുസരിച്ച് കഥയെ മുന്നോട്ട് നയിക്കുന്നത് 2 കഥാപാത്രങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ ഈ 2 കഥാപാത്രങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടാഗണിസ്റ്റും ആൻറ്റഗണിസ്റ്റും ആയിരിക്കും. അറ്റ് ദി സെയിം ടൈം ഓഡിയൻസിന് ഇവർ 2 പേരും പ്രൊട്ടാഗണിസ്റ്റായിട്ട് തന്നെ അനുഭവപ്പെടും. അയ്യപ്പനും കോശിയും എടുത്താൽ അയ്യപ്പൻ നായരും കോശി കുര്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് സിനിമ തുടങ്ങി ഫസ്റ്റ് സീനിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പകരം വീട്ടുന്നതാണ് സിനിമയുടെ എൻറ്റയർ പ്ലോട്ട്. ഇവിടെ അയ്യപ്പൻ നായർ മുഖത്തടിക്കുമ്പോൾ അവിടെ വേദനിക്കുന്നത് കോശിയുടെ ഈഗോയ്ക്കാണ്. അതിനു പകരമായി അയ്യപ്പൻ നായരുടെ തൊപ്പി കോശി തെറിപ്പിക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിലെ ബ്രൂട്ടൽ ഔട്ട്ലോ പേഴ്സണാലിറ്റി വീണ്ടും തിരിച്ചു വരികയാണ്. കോശിയെ സംബന്ധിച്ച് അയ്യപ്പൻ നായർ ഒരു വില്ലനാണ്, അയ്യപ്പൻ നായരെ സംബന്ധിച്ച് കോശിയാണ് വില്ലൻ. പക്ഷേ യഥാർത്ഥത്തിൽ ബോത്ത് ആർ പ്രൊട്ടാഗണിസ്റ്റ്സ്. ഈ 2 പേരുടെയും പോയിൻ്റ് ഓഫ് വ്യൂ ഇത് കാണുന്ന ഓഡിയൻസിന് അറിയാവുന്നതുകൊണ്ട് തന്നെ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള റൈവലറി സിനിമയെ കൂടുതൽ എൻഗേജിങ് ആക്കും. നിങ്ങളൊരു സ്ക്രീൻ പ്ലേ എഴുതുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റിംഗ് പ്രൊട്ടാഗണിസ്റ്റ് എന്ന റൂൾ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രത്തിലേക്ക് കൂടുതൽ വെയിറ്റ് കൊടുക്കാതിരിക്കുക. ഇവിടെ താളം തെറ്റിയാൽ കോൺഫ്ലിക്റ്റിംഗ് പ്രൊട്ടാഗണിസ്റ്റ് റൂൾ ബ്രേക്ക് ആവുകയും നോർമൽ പ്രൊട്ടാഗണിസ്റ്റ് വേഴ്സസ് ആൻറ്റഗണിസ്റ്റ് എന്ന ഫോർമാറ്റിലേക്ക് പ്ലോട്ട് ഷിഫ്റ്റ് ആവുകയും ചെയ്യും. ക്രിസ്റ്റഫർ നോളൻ്റെ പ്രസ്റ്റീജ്, അതുപോലെ തമിഴിലെ വിക്രം വേദ, DC യൂണിവേഴ്സിലെ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ എന്നിവ ഈ റൂൾ ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്ന തിരക്കഥകൾക്ക് ഉദാഹരണമാണ്.